എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ദുബായിലോട്ടാണ്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇന്ത്യക്ക് പുറത്തേക്കൊന്ന് യാത്ര ചെയ്യുക എന്നുള്ളത്. എൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. ഞാനും ഫ്രണ്ട് നഷാദും ആദർശുമാണ് കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്യുന്നത്. ആദർശിൻ്റെ ഫ്ലൈറ്റ് വേറെ ആയതുകൊണ്ട് അവൻ നേരത്തെ പോയി. ഞങ്ങളുടെ ഫ്രണ്ട് ജിബിനാണ് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങളുടെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ദുബായിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സ്റ്റേ ചെയ്യാമെന്ന പ്ലാനിലാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി മാസം ദുബായിലോട്ടുള്ള എയർ ടിക്കറ്റിനെല്ലാം നല്ല റേറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3-4 മാസം മുമ്പ് തന്നെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തിരുന്നു. ഇൻ കേസ് പോകുന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാമെന്ന പ്ലാനിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. കൊച്ചിയിൽ നിന്നും ദുബായിലോട്ട് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു സ്റ്റാർട്ടിംഗ് ടൈം ബുക്ക് ചെയ്യുമ്പോൾ. പിന്നീട് അത് 4 മണിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമ്മൾക്കുണ്ടായ ഒരേ ഒരു ഗുണം, രാത്രി അതിഗംഭീരമായ ദുബായിയുടെ നൈറ്റ് വ്യൂ നമ്മൾക്ക് മുകളിൽ നിന്നും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എയർപോർട്ടിൽ ചെക്കിൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾക്ക് ഏതാണ്ട് 2 മണിക്കൂറോളം ഫ്രീ ടൈം ഉണ്ടായിരുന്നു. നഷാദിന് ഫ്രീ എയർപോർട്ട് ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു വന്നതുകൊണ്ട് നമ്മൾക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. എന്തായാലും കാർഡുള്ള സ്ഥിതിക്ക് ഒന്ന് കയറാമെന്ന് കരുതി ഞാൻ ലോഞ്ച് ആക്സസിൽ കയറിയ ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത്. ആദ്യം നമ്മൾ 7 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അത് മാറ്റി 10 ദിവസമാക്കി മാറ്റി. എന്തായാലും ദുബായിയുടെ ഓൾമോസ്റ്റ് എല്ലാവിധ ഏരിയയും കണ്ട ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്തായാലും ദുബായ് വീഡിയോസ് എല്ലാം ഓരോ എപ്പിസോഡായി പ്ലേലിസ്റ്റിലാക്കി അപ്ലോഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സമയം കിട്ടുന്നതനുസരിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ദുബായ് യാത്രയുടെ മനോഹരമായ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്യുക. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ നമ്മൾ 10 ദിവസം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവിധ ടൂറിസ്റ്റ് അട്രാക്ഷൻസും കാണാൻ സാധിച്ചു. പ്രധാനമായിട്ടും ബുർജ് അൽ അറബ്, ബുർജ് ഖലീഫ, ഡെസേർട്ട് സഫാരി, അക്വേറിയം, സ്കീ ദുബായ്, മിറാക്കിൾ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ്, ദുബായ് ഫ്രെയിം, ദുബായ് മാള്, അങ്ങനെ എല്ലാവിധ ദുബായിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ ഓരോ എപ്പിസോഡ് വൈസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ദുബായ് യാത്രയുടെ അന്നാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായർ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയും സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം TV-യിൽ അന്നേരം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ടാണ് ഇനി പോകുന്നത്. We are going to Dubai. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഞാൻ വിൻഡോ സീറ്റാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മൾക്ക് സൂര്യാസ്തമയം അതിമനോഹരമായിട്ട് കാണാൻ സാധിച്ചു. ഈ യാത്ര വൈകിയത് കൊണ്ടുണ്ടായ മറ്റൊരു ഗുണമാണത്. നമ്മൾക്ക് ആകാശത്തു നിന്നും സൂര്യൻ്റെ അസ്തമയം അതിമനോഹരമായിട്ട് തന്നെ കാണാൻ സാധിച്ചു. ഇനിയുള്ള വീഡിയോയിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതാണ്ട് 355 കിലോമീറ്ററോളം സ്പീഡിലാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചിയുടെ അതിമനോഹരമായ ആകാശ ദൃശ്യമാണിത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ സൂര്യാസ്തമയം. ഫ്ലൈറ്റിൽ നിന്നും നോക്കുമ്പോൾ അതിമനോഹരമാണിത്.
ഇപ്പോൾ നമ്മൾ ഏതോ ഗൾഫ് രാജ്യത്തിൻ്റെ മുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. താഴേക്ക് നോക്കിയാൽ നമ്മൾക്ക് ലൈറ്റും മറ്റും കാണാൻ സാധിക്കും. ഈ ദൃശ്യവും അതിമനോഹരമായിരുന്നു. രാത്രി യാത്രയായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറേ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ദുബായിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ദുബായിയുടെ ആകാശ കാഴ്ച. അതിമനോഹരമാണ് കേട്ടോ ദുബായിയുടെ രാത്രിയുള്ള ആകാശ കാഴ്ച. നമ്മൾ ഫ്ലൈറ്റ് താമസിച്ചു വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. ഫ്ലൈറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ലേറ്റ് ആയത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദുബായ് ലാൻഡ് ചെയ്തു. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ടൂറിസ്റ്റ് വിസയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരുപാട് ചെക്കിംഗ് ഉള്ളതാണ്. അതായത് അവർക്ക് നമ്മൾ 3000 ദിർഹംസും അവിടെ താമസിക്കുന്ന ആളുകളുടെ റെസിഡൻഷ്യൽ വിസയും കൂടാതെ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും. എന്തായാലും നമ്മളോട് ഇതൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ദുബായിൽ വരുന്ന വിസിറ്റേഴ്സിന് ഇവർ ആദ്യം തന്നെ ഒരു മൊബൈൽ സിം കാർഡ് നൽകുന്നതാണ്. ഏതാണ്ട് 10 GB ഇൻ്റർനെറ്റ് എല്ലാം ഫ്രീ ആണതിൽ. എന്തായാലും നമ്മൾ ആ ഫ്രീ സിം ഉപയോഗിച്ചില്ല. ഇവിടെ മിക്കവാറും എല്ലാ മാളുകളിലും എയർപോർട്ടിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം വൈഫൈ ലഭ്യമാണ്. കൂടാതെ ഞാൻ ജിയോയുടെ ഒരു ഇൻ്റർനാഷണൽ റോമിംഗ് പാക്കും എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്പം കത്തിയായിരുന്നു. 7 ദിവസത്തേക്ക് 1 GB ഡേറ്റ 800 രൂപയ്ക്ക്. അങ്ങനെ ദുബായ് എയർപോർട്ടിലും കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് നടന്നു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വിളിയെത്തി നേരെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധവും വേണ്ട രീതിയിൽ ഫോട്ടോയും മറ്റും എടുക്കുന്ന തരത്തിലും എല്ലാം ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ദുബായിൽ. ടൂറിസം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു എക്സാമ്പിളാണ് ദുബായ്. അങ്ങനെ നമ്മൾ ദുബായിയുടെ മണ്ണിലോട്ട് ഇറങ്ങിയാണ്. ദുബായിലെ ആദ്യത്തെ നമ്മുടെ കാഴ്ച. അതിമനോഹരമാണ് ദുബായ് എന്നുള്ളതിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. വളരെ വൃത്തിയുള്ള റോഡും ടാക്സിയും എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ട്രാഫിക് റോഡ് നിയമങ്ങളുള്ള രാജ്യമാണ് ദുബായ്. നമ്മൾ ആദ്യമായിട്ട് എത്തുമ്പോൾ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുകയില്ല. കുറേ സമയമെടുക്കും ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി വരുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ നമ്മുടെ ചെക്കന്മാരെത്തി. ഇവനാണ് സൈഫിൻ, രതീഷ്, അനുമോദ്. ഇവരുടെ ഫ്ലാറ്റിലാണ് നമ്മൾ ഇനി താമസിക്കുന്നത്. എന്തായാലും നമ്മുടെ വരും വീഡിയോകളെല്ലാം ഇവരെ കാണാൻ സാധിക്കും. ഇവരെല്ലാം ഇവിടെ IT പ്രൊഫഷണൽസായിട്ട് ജോലി ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും ഒന്നും നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കുറേ അവധിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി മലബാർ ഗോൾഡ് എല്ലാ മുക്കിനും മൂലയ്ക്ക് മലബാർ ഗോൾഡ് മദ്യം അത് ഇപ്പൊ തുടങ്ങിയ ഇപ്പൊ അടുത്തൊരു 6-7 മാസം. ഞാൻ വീട്ടിലേക്ക് 10 മണിയല്ലേ അന്ന് കാര്യം ചെയ്യാം. ചേട്ടാ ലഗേജ് ഉണ്ട്, നമുക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് അഡ്വഞ്ചർ ലാൻഡ്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. ഇനി അങ്ങോട്ട് 10 ദിവസം നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. ദുബായ് ഷാർജ ബോർഡറിൽ ഷാർജ ഭാഗത്തായിട്ടാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മലയാളീസും മറ്റും കൂടുതലായിട്ടും ഈ ഷാർജ ഭാഗത്താണ് ഫ്ലാറ്റും വീടുകളും മറ്റും വാങ്ങിക്കുന്നത്. കാരണം ദുബായ് ഭാഗത്ത് വളരെ എക്സ്പെൻസീവാണ്. നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് നമ്മൾ ദുബായിയുടെ അതിമനോഹരവും ഗംഭീരവുമായ അട്രാക്ഷൻസിനെയും മറ്റും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.